മതഹിതം മാറി നിൽക്കുമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ ചരിത്രപ്രധാനമായ വിധിയാണ് സുപ്രീം കോടതി ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 7-അംഗ ഭരണഘടനാ ബെഞ്ച്. ഈ വിധിയുടെ ആദ്യത്തെ പരീക്ഷണ വേദിയാവുക സ്വാഭാവികമായും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടക്കുന്ന ഉത്തർപ്രദേശ് അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലായിരിക്കും. താങ്കൾ കരുതുന്നുണ്ടോ അവിടെ മതഹിതം മാറി നിൽക്കും? സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് വിഭാവനം ചെയ്യുന്നത് പോലെ ജനഹിതമാകും അതിൻ്റെ എല്ലാ ശുദ്ധിയോടെയും ജയിക്കുക എന്ന്? അല്ല, അങ്ങനെ ചിന്തിക്കുന്നതിനുള്ള യാതൊരു ന്യായവും ഇന്നത്തെ സുപ്രീം കോടതി വിധിയിൽ കാണുന്നില്ല. ജാതി പാടില്ല, വർഗം പാടില്ല, അത്തരം കാര്യങ്ങൾ മുൻനിർത്തി വോട്ട് ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിൽ അതല്ലാതെ പിന്നെ മറ്റെന്താണുള്ളത്? കാസ്റ്റിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമാണ് ഉത്തർപ്രദേശ്. പക്ഷേ ഈ വിധി കൊണ്ട് സംഭവിച്ചിരിക്കുന്നത് ഒരർത്ഥത്തിൽ ഹിന്ദുത്വവാദികളെ സന്തോഷിപ്പിക്കുകയും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉൾപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് സന്തോഷമില്ലാതിരിക്കുക ചെയ്യുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. കാരണം ഹിന്ദുത്വത്തെ സംബന്ധിച്ച് ജസ്റ്റിസ് വർമ്മ നൽകിയിട്ടുള്ള വിധി അത് നിലനിർത്തിക്കൊണ്ടാണ് സുപ്രീം കോടതി ഇന്ന് ഈ വിധി നൽകിയിരിക്കുന്നത്. അത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്, അത് അപ്രായോഗികമാണ്, അത് പക്ഷപാതപരമായി വ്യാഖ്യാനിക്കപ്പെടുകയും പ്രയോഗിക്കപ്പെടുകയും ചെയ്യുന്ന വിധിയായി മാറും. ഫാദർ പോൾ തേലക്കാട്ട്, ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്ന വിധിയാണോ ഇത്? മതനിരപേക്ഷതയെക്കുറിച്ചുള്ള സുപ്രീം കോടതിയുടെ വളരെ ബലഹീനമായ ഒരു വിധിയാണ് ഇതെന്ന് പറയാതെ നിവൃത്തിയില്ല. കാരണം ക്രിസ്ത്യാനി എന്ന വിധത്തിൽ ക്രിസ്ത്യാനിയിൽ നിന്നുള്ള ക്രിസ്തു മതത്തിന് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ അത് നിയമവിരുദ്ധമാണെന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. അത് മുസ്ലിങ്ങളുടെ പേരിലാണെന്ന് പറയുന്നത് നിയമവിരുദ്ധമാണെന്നതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഹിന്ദുക്കളുടെ പേരിലോ ഹിന്ദുത്വയുടെ പേരിൽ വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാൽ നിയമവിരുദ്ധമല്ല എന്ന് പറയുമ്പോൾ അതെന്തു തരം ജനാധിപത്യ മതേതരത്വമാണ് സംരക്ഷിക്കുന്നതെന്ന് ആശങ്കയുണ്ട്. എല്ലാ മതങ്ങളെയും സമഭാവനയോടെ കാണുന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ അല്ല ഇത് ചില മതങ്ങളോട് മാത്രം ഒരു പ്രത്യേക ന്യൂനപക്ഷ മതത്തോട് പ്രത്യേക പരിഗണന കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ വിധിയായി മാറിയതിലുള്ള ആശങ്കയും അതിൻ്റെ നിർഭാഗ്യാവസ്ഥയുമാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ഈ കോടതി വിധി നിർബന്ധപൂർവം ജസ്റ്റിസ് JS വർമ്മയുടെ ബെഞ്ച് നൽകിയ ഈ ഹിന്ദുത്വ നിർവചനവുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവത്തെ തൊടാൻ തയ്യാറാകുന്നില്ല. അതിന് ഈ 7-അംഗ ബെഞ്ച് പറയുന്നത് തീർത്തും സാങ്കേതികം മാത്രമായ ഒരു ന്യായവാദമാണോ? ഇവിടെ ഇപ്പോൾ ഫാദർ പോൾ തേലക്കാട്ടിൻ്റെ ആശങ്ക, KPA മജീദിൻ്റെ ആശങ്ക, ഇതൊക്കെ പ്രസക്തമാകുന്നത് കൊണ്ട് ചോദിക്കുകയാണ്. കാരണം റഫറൻസിലില്ല. അങ്ങനെ ഒരു വാക്ക് ഇതിലുണ്ടെങ്കിൽ ഞങ്ങളത് പരിശോധിക്കാൻ തയ്യാറാണ് എന്നാണ് ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ഈ 7-അംഗ ബെഞ്ച് പറഞ്ഞത്. ടീസ്റ്റ സെതൽവാദ് അടക്കം ഈ വിഷയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുകയും അതിനുള്ള അഭ്യർത്ഥന കോടതി മുൻപാകെ സമർപ്പിക്കുകയും ചെയ്തതാണ്. എന്നിട്ടും ജസ്റ്റിസ് JS വർമ്മയുടെ ആ അന്നത്തെ വിധിയെ അതേ രൂപത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് റഫറൻസ് ഇല്ല എന്നത് മാത്രം പ്രധാനപ്പെട്ട കാരണമാക്കി ചൂണ്ടിക്കാട്ടിക്കൊണ്ടും ഇങ്ങനെയൊരു വിധി പ്രസ്താവം പുറപ്പെടുവിക്കുമ്പോൾ അതിൻ്റെ സമഗ്രത ചോർന്നിട്ടുണ്ടോ? വേണുഭായ്, ഇതിൽ ഇന്നത്തെ ഇഷ്യൂവിൽ വന്നിരിക്കുന്നത് സെക്ഷൻ 123(3)യുടെ ഇൻ്റർപ്രിട്ടേഷനാണ് വന്നിരിക്കുന്നത്. അതിൽ ഈ റിലീജിയൻ, ആരുടെ റിലീജിയൻ, ഇതിപ്പോൾ ഒരു കാൻഡിഡേറ്റിൻ്റെ റിലീജിയനിലേക്കാണ് അപ്പീൽ, അല്ലെങ്കിൽ റേസ്, കമ്മ്യൂണിറ്റി, ഈ സാധനത്തിലേക്കാണോ അപ്പീൽ വന്നിരിക്കുന്നത്, അതോ ഒരു വോട്ടറിൻ്റെ ആരുടെയെങ്കിലും ഒരു റിലീജിയനിലേക്കാണ് അപ്പീൽ വന്നാൽ പോലും കറക്റ്റ് പ്രാക്ടീസ് ആവുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു റെഫറൻസിലെ ഇഷ്യൂ. ഈ ജഡ്ജ്മെൻറ്റിനെ നമ്മളിപ്പോൾ 4:3 അവർ സ്പ്ലിറ്റായി പോലും ഈ ജഡ്ജ്മെൻറ്റിനെ നമുക്കൊരു നല്ല ലെവലിലേക്ക് പോകുന്ന ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഹിന്ദുത്വ എന്നുള്ള ഇഷ്യൂ, ഇപ്പോൾ വേണുഭായ് ചോദിക്കുന്ന ഹിന്ദുത്വ എന്നുള്ള ഇഷ്യൂ, ജസ്റ്റിസ് JS വർമ്മ അധ്യക്ഷനായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് പറഞ്ഞ ഹിന്ദുത്വ എന്നതുള്ള ഒരു റിലീജിയൻ അല്ല എന്നുള്ള ഇൻ്റർപ്രിട്ടേഷൻ നിലനിൽക്കുമ്പോൾ തന്നെ ഈ ഒരു റെഫറൻസിൽ 123(3) സെക്ഷൻ 123(3) റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൻ്റെ ഇൻ്റർപ്രിട്ടേഷനിൽ
ഒരു അറ്റംപ്റ്റ് നടന്നായിരുന്നു, പലവരുടെയും ഇൻ്റർഫറൻസിൽ ഒരു അറ്റംപ്റ്റ് നടന്നായിരുന്നു. അതിനെയും കൂടി ഹിന്ദുത്വനെയും കൂടി റിലീജിയൻ്റെ കീഴിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. അന്ന് പക്ഷേ സുപ്രീം കോടതി വി വിൽ നോട്ട് ഇൻ്റർഫിയർ, കാരണം ആ ഇഷ്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ 7 ജഡ്ജസ് ബെഞ്ചിലെ റെഫറൻസിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് അന്ന് പറഞ്ഞത്. ഇനി എന്ന് വേണമെങ്കിൽ ഇത് വരാം. ഇന്നിപ്പോൾ നമുക്കിതിനെ ഈ ജഡ്ജ്മെൻറ്റ് ഒരു മൈനോറിറ്റീസിനോ അല്ലെങ്കിൽ ഓരോ റിലീജിയൻസിനോ ഡെമോക്രസി ആസ് സച്ച്, പോപ്പുലേഷൻ ഡെമോക്രസി ആസ് സച്ചിനോ മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്ന് ഇപ്പോൾ ഞാനൊരു ഏതെങ്കിലും ഒരു റിലീജിയൻ്റെ പേരിൽ എൻ്റെ റിലീജിയൻ ആവണമെന്നില്ല, വേറൊരു റിലീജിയന് പ്രൊട്ടക്ഷൻ കൊടുക്കാം എന്ന് പറഞ്ഞു പോലും ഞാൻ ക്യാമ്പയിൻ ചെയ്താൽ അത് റോങ് ആയിരിക്കും, അത് കറപ്റ്റ് പ്രാക്ടീസസ് ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കണത്. കോടതി എവിടെയും ഇതിന് ഹിന്ദുസിനുള്ളതോ വേറെ റിലീജിയൻസിന് മൈനോറിറ്റി റിലീജിയൻസിനുള്ളതോ ഒരു മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇനി നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് 7 ജഡ്ജസ് ബെഞ്ച് പറഞ്ഞത് എങ്ങനെയാണ് ഒരു സ്റ്റാറ്റ്യൂട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. സ്റ്റാറ്റ്യൂട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഈ സൊസൈറ്റി എന്ന് നിൽക്കുന്നു, ഏത് അവസ്ഥയിൽ നിൽക്കുന്നോ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷനെയും സ്റ്റാറ്റ്യൂഷനെയും ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ് വേണ്ടതെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോഴും 3 ജഡ്ജസ്, മൈനോറിറ്റിയിൽ പോയ 3 ജഡ്ജസ്, ഡിസെൻഡിങ് ഒപ്പീനിയൻ കൊടുത്ത ജഡ്ജസ്, അവരുടെ പൊളിറ്റിക്സോ അവർ കയറി വന്ന സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവരായിരുന്നു പലപ്പോഴും ഈ എന്താ പറയുക നമ്മൾ പറയുന്ന ഹിന്ദുത്വ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കൂടെ പലപ്പോഴും നിന്നിട്ടുള്ളത്. ഇന്ന് വന്നേക്കുന്ന ഇൻ്റർപ്രിട്ടേഷൻ ഇന്നത്തെ സൊസൈറ്റി മാൻഡേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ, പൊളിറ്റിക്സിൽ നിന്ന് റിലീജിയൻ ടോട്ടലായിട്ട് എക്സ്ക്ലൂഡ് ചെയ്യണം എന്നുള്ളൊരു നല്ല ഇൻറ്റൻഷനോടുകൂടി, ഒരു എത്തിസ്റ്റിൻ്റെ ഇൻറ്റൻഷനോടുകൂടി തന്നെയാണ് അത് വന്നിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ജഡ്ജ്മെൻറ്റ് ഒന്നിനെയും ഒരു ക്ലൈമാക്സിലേക്കൊന്നും കൊണ്ടുവന്നില്ല. പകരം ഐ വുഡ് സേ ഈ ജഡ്ജ്മെൻറ്റ് ഒരു നല്ല തുടക്കം മാത്രമാണ്. ഇതിൽ നിന്നാണ് ഇനി കോൺസ്റ്റിറ്റ്യൂഷനോ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടോ എല്ലാം ഇൻ്റർപ്രറ്റ് ചെയ്ത് വരുന്നത്. ഇതൊരു RSSനോ അല്ലെങ്കിൽ BJPക്കോ ഒന്നും അനുകൂലമായിട്ടുള്ള ജഡ്ജ്മെൻ്റ് അല്ല. അങ്ങനെ വായിച്ചതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇനി വേറൊരു കാര്യം സംഭവിക്കാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ഗവൺമെൻറ് വേണമെങ്കിൽ ഈ ജഡ്ജ്മെൻറ്റിനെ ഓവർ റൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇനിയും 123(3)ൽ അമെൻമെൻറ്റ്സ് കൊണ്ടുവരാം. അവർക്കാണ് സത്യത്തിൽ ഇത് എഗൻസ്റ്റ് വന്നിരിക്കുന്നത്, അല്ലാതെ നമ്മുടെ ഡെമോക്രസിക്കല്ല എഗൻസ്റ്റ് വന്നിരിക്കുന്നത്. ഒരു മൈനോറിറ്റി റിലീജിയനും ഇത് എഗൻസ്റ്റ് അല്ല. ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്, ഒരു നല്ല തുടക്കത്തിലേക്കുള്ള ഒരു എന്താ പറയുക ഒരു ഇൻഡിക്കേഷൻ മാത്രമാണ്. ഡെമോക്രസി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നല്ല തുടക്കത്തിലേക്കുള്ള ഇൻഡിക്കേഷൻ മാത്രമാണ് ഇത്. തീർച്ചയായും എല്ലാ ഇലക്ഷൻസിനെയും എഫക്റ്റ് ചെയ്യും. UPയിൽ ഇത് എഫക്റ്റ് ചെയ്യില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. UPയിലും തീർച്ചയായിട്ടും എഫക്റ്റ് ചെയ്യും. ആര് ക്യാമ്പയിൻ ചെയ്താലും. ഇപ്പം ഞാൻ വേറൊരു എന്താ പറയുക ഒരു റിലീജിയനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്യാമ്പയിൻ ചെയ്താൽ പോലും, ഈവൻ ഞാൻ എത്തിസ്റ്റ് ആണെങ്കിൽ പോലും, ഞാൻ ക്യാമ്പയിൻ ചെയ്താൽ പോലും അതും കറപ്റ്റ് പ്രാക്ടീസ് ആവും. അങ്ങനെ വേണം നമ്മുടെ ഡെമോക്രസി മൂവ് ചെയ്യാനായിട്ട് എന്നുള്ളതാണ് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇത് നല്ല തുടക്കമായിട്ട് തന്നെ വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. ശരി. ശ്രീ ഹമീദ് ചേന്നമംഗലൂർ, ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്ന എന്തെങ്കിലും ഈ സുപ്രീം കോടതിയുടെ ചരിത്രപരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിധിന്യായത്തിലുണ്ടോ? അതോ മതേതരത്വത്തെ, രാഷ്ട്രീയ പ്രക്രിയയും അതിലേറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയും ഏതെങ്കിലും തരത്തിൽ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നുവെങ്കിൽ ഇനി അത് സാധ്യമല്ല, അങ്ങനെ ചെയ്യുന്നവർ അയോഗ്യരായി ആ പ്രക്രിയയിൽ നിന്ന് പുറത്താക്കപ്പെടും എന്നൊരു വലിയ പ്രതിരോധമാണോ? എന്താണ് ഇതിൻ്റെ ആത്യന്തിക ഉള്ളടക്കം? സുപ്രീം കോടതിയുടെ വിധിയിൽ നിന്ന് വ്യക്തമാകുന്നത് മതം, ജാതി, സമുദായം, ഭാഷ തുടങ്ങിയ ഘടകങ്ങളൊന്നും രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല എന്നാണ്. അതാണ് വാസ്തവത്തിൽ മതനിരപേക്ഷതയുടെ കാതൽ. പക്ഷേ കഴിഞ്ഞ 69 വർഷമായിട്ട് മതനിരപേക്ഷതയുടെ ഈ കാതലിനോട് രാജ്യം, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊന്നും നീതി പുലർത്തിയിട്ടില്ല. പലപ്പോഴും നാം മതേതരത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ടെങ്കിലും കൃത്യമായ നിർവചനം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ ഭരണഘടനാ ശില്പികൾ പോലുമോ നമ്മുടെ സെക്യുലറിസത്തിന് നൽകിയിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എവിടെ മതവും മതനിരപേക്ഷതയും തമ്മിൽ സംഘർഷമുണ്ടാകുന്നുവോ അവിടെ മതനിരപേക്ഷതയ്ക്ക് വേണം മേൽക്കൈ. പക്ഷേ കഴിഞ്ഞകാല ചരിത്രം പരിശോധിക്കുമ്പോൾ നാം കണ്ടെത്തുന്നത് മതവും മതനിരപേക്ഷതയും സംഘർഷമുണ്ടാകുമ്പോൾ എപ്പോഴും മതങ്ങൾക്ക് മേൽക്കൈ കിട്ടുന്നതാണ്. അവിടെ ഭൂരിപക്ഷ മതത്തിന് മേൽക്കൈ കിട്ടിയിട്ടുണ്ട്, ന്യൂനപക്ഷ മതങ്ങൾക്കും മേൽക്കൈ കിട്ടിപ്പോയിട്ടുണ്ട്. ഈ നില മാറേണ്ടതുണ്ട്. അത്തരം ഒരവസ്ഥയ്ക്ക് ഈ വിധി വഴിവെക്കുമെങ്കിൽ തികച്ചും സ്വാഗതാർഹമാണ് സുപ്രീം കോടതിയുടെ ഈ വിധി. ശരി, അഡ്വക്കേറ്റ് PH ശ്രീധരൻപിള്ള, താങ്കൾ കേട്ട് കാണും എന്ന് ഞാൻ കരുതുകയാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും ഫാദർ പോൾ തേലക്കാട്ടും നടത്തിയ പ്രതികരണങ്ങൾ. ഇത്
ന്യൂനപക്ഷങ്ങളെ ആശങ്ക ഉളവാക്കുന്ന സ്വഭാവം ഉള്ളടങ്ങിയതാണ് എന്നാണ് അവരുടെ പ്രാഥമിക വിലയിരുത്തൽ. ശ്രീ KPA മജീദും ആ നിലയിൽ തന്നെ പ്രതികരിച്ച് കണ്ടു. താരതമ്യേന എന്താണോ ആശങ്കയായി ഇവർ ഉയർത്തുന്നത് അതൊക്കെ സാമൂഹ്യ സുരക്ഷിതത്വത്തിൻ്റെ ഏത് അളവുകോൽ വെച്ച് നോക്കിയാലും കേരളത്തിൽ ഉയർന്ന സുരക്ഷ തന്നെയാണ് ഉള്ളത്. എന്നിട്ട് പോലും ആശങ്കകൾ അത് കേരളം പോലുള്ള സംസ്ഥാനത്ത് വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നുവെങ്കിൽ പിന്നെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം പറയേണ്ടതില്ല. അപ്പോൾ കേരളം പോലും സംശയാസ്പദമായി ഈ വിധിന്യായത്തെ കാണുന്ന സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വീണ്ടും ഞാൻ അവരുടെ അഭിപ്രായങ്ങൾ ഞാൻ കേട്ടിട്ടില്ല. ആ സമയത്ത് എനിക്ക് കണക്ഷൻ ഉണ്ടായിരുന്നില്ല. ഏതായാലും ആശങ്ക അടിസ്ഥാനമില്ലാത്തതാണ്. ഈ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ടാണ് കേരളം ഇന്നത്തെ വിവാദങ്ങളും അപവാദങ്ങളും എല്ലാം പോകുന്നത്. ആശങ്കയില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാനാണ് നമ്മൾ മതനേതൃത്വങ്ങൾ ഉൾപ്പെടെ ശ്രമിക്കേണ്ടത്. ഈ അണികളിൽ ആശങ്ക ഉണ്ടാക്കുന്നത് തെറ്റാണ്. രണ്ടാമത് വേണു പറഞ്ഞതിൽ നിന്ന്, വേണു മാത്രമല്ല, ഞാനൊരു രാവിലെ ഒരു 4-5 ചർച്ചകളിൽ പങ്കെടുത്തു. എല്ലാവരും പറഞ്ഞത് കേരളം പ്രത്യേകമാണ്. കേരളമാണ് മതജാതി രാഷ്ട്രീയം സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും ആധികാരികമായി കൊണ്ടുവന്ന് അത് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും 2 കൂട്ടരും സ്വീകരിച്ചുവെന്ന് തെളിയിക്കപ്പെട്ട സംസ്ഥാനം. ഇതൊക്കെ നമ്മൾ മറന്നു പോവുകയാണ്. ഞാൻ അതിനെപ്പറ്റി എത്ര വേണമെങ്കിലും ഉള്ള തെളിവ് നൽകാൻ എൻ്റെ കൈവശമുണ്ട്. 51 തൊട്ടുള്ള 60 വരെയുള്ള മാത്രം പരിശോധിച്ചാൽ മതിയാവും. അതുകൊണ്ട് കേരളം ഇക്കാര്യത്തിലൊരു വലിയ വിശുദ്ധന്മാരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന അർത്ഥമൊന്നുമില്ല. ഇതിൽ ഏറ്റവും പ്രസക്തമായ കാര്യം BJP സ്വാഗതം ചെയ്തിരിക്കുന്നു. അത്